ഉടയവനെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ബിസിനസ്സിൽ മറ്റവന്റെ പോക്കറ്റിൽ നിന്നല്ല പൈസ വന്നത്. നിങ്ങൾ ചെറിയ കച്ചവടം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത് ഈ ഉഡായിപ്പ് ട്രെയിനർമാരുണ്ടാക്കിയ പണിയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന പണിയാണ് കേട്ടോ. പൈസയുടെ ഒന്നും സ്രോതസ് പുറത്തുള്ളവനല്ല, രക്ഷിതാവാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുമ്പോഴും നിങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ₹1 നിങ്ങളുടെ അക്കൗണ്ടിലിട്ട് വാങ്ങുമ്പോൾ കസ്റ്റമർ നിന്റെ എടുത്തോണ്ട് പോട്ടോ. ഇവന് വയ്യ വന്ന് കയറിയെന്നല്ലോ ഈ ഷറഫുദ്ദീനെ ചെവി പിടിച്ച് കഴുത്തെ പിടിച്ചേക്ക് പുറത്തെടുത്തിട്ട് അവൻ ആ മനസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മനസ്സ് മുമ്പിൽ കയറി തള്ളിക്കയറ്റി വെച്ചോണ്ട് വന്നിട്ടുണ്ടാൻ. തെറിയട്ടേ പോവും. ഉം. ഇത് ക്രിസ്മസ് സമ്മാന. ഒരു കസ്റ്റമറുടെയും പോക്കറ്റിൽ നിന്നല്ല പൈസ വന്നത്. നിങ്ങളുടെ കയ്യിൽ ഓരോ രൂപ വരുമ്പോഴും ഓരോ ഗൂഗിൾ പേ വരുമ്പോഴും ഫോൺ പേ വരുമ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതണം, ഇത് രക്ഷിതാവിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ തടസ്സവും മാറും. എല്ലാ തടസ്സങ്ങളും മാറും. ഓ പിന്നെ കുട്ടികൾ കേൾക്കില്ലെന്ന് അവർക്ക് ഇതിലും വലിയ തെറിയ എനിക്ക് അറിയാവുന്ന. അവര് പൂ മായൊക്കെ ചേർത്ത വിളിക്കണത്. ഞാനിപ്പം അത് വിളിക്കണില്ല. പിള്ളേർക്കൊന്നും തെറി അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങളെ സ്കൂളിലേക്ക് ഒന്ന് പോയി നോക്ക്. അപ്പൊ അറിയാം തെറി അറിയാവോ ഇല്ല എന്നുള്ളത്. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തെറി അറിയാം. എനിക്ക് എല്ലാ തെറി അറിയാം. ഞാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ വലിയ പുള്ളികളായതുകൊണ്ട് എനിക്ക് അവർക്കൊന്നും അറിയാൻ പാടില്ല. 2ലോ 3ലോ പഠിക്കുമ്പോൾ ഞാൻ ഒട്ടുമിക്ക എല്ലാ തെറിയും ഞാൻ പഠിച്ചതാ. ചെറിയ തെറിയൊന്നുമല്ല, നല്ല പച്ചത്തെറി. ഇതൊന്നും അല്ല, അതൊന്നും ഒരു തെറിയല്ല. 4 പഠിക്കുമ്പോഴൊക്കെ എനിക്ക് എല്ലാ തെറിയും കാണപ്പെടാറുണ്ട്. ഇപ്പൊ പുതിയ ന്യൂജൻ തെറിയാ. ആ ഇപ്പോഴത്തെ തെറി കേട്ടാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ തെറിയാന്ന് അറിയണത്? ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കോഡ് തെറിയാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ പായും മൂവും മാവും തായൊക്കെ ചേർത്ത് അതൊന്നും ഇല്ല. അതൊക്കെ വേറെ വേറെ തെറി ഉണ്ട് അവർക്ക്. അവർക്കൊരു വിരലൊക്കെ പൊക്കി കാണിച്ചാൽ മതി. നല്ല ഉഗ്രൻ തെറി വരും. ഒരു വിരല്, ഒരു കണ്ണൊക്കെ അടച്ചു കഴിഞ്ഞപ്പോ പുതിയ തെറിയാ. കണ്ണടക്കേണ്ട സ്റ്റൈലില്ല ഇപ്പൊ തെറി. ചുണ്ട് കൂട്ടി പിടിച്ച തെറിയാ.